ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചിലരെങ്കിലും വെയിറ്റ് ലോസ് തുടങ്ങിയിട്ടുണ്ടാവാം, ചിലർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേ, ഞാൻ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് അയ്യോ സ്റ്റോപ്പ് ആയി പോയല്ലോ എന്ന് കരുതിയിട്ട് ഇരിക്കുന്നവരും ഉണ്ടാവാം. അവരോടൊക്കെ ആണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുന്നവർ എന്തായാലും ഓൾ ദി ബെസ്റ്റ് തുടങ്ങാൻ പോവുക. ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ മാസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് തൊട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് എൻ്റെ റൊട്ടീൻ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഡേ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ 30 ദിവസം ഈ 5 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നോർമൽ സ്റ്റേജിലേക്ക് എങ്ങനെ പോകാം, വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഒരുപാട് വീഡിയോസ് മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ഇൻഫർമേഷൻ അതിനകത്തുനിന്ന് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും കണ്ടു നോക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെ നമുക്ക് വേറൊരു ഡയറ്റ് ഉണ്ട്, OMAD എന്ന് വെച്ചാൽ 1 meal a day എന്ന് പറയുന്ന ഒരു ഡയറ്റിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. കൂടുതലും എന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നോൺ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ യൂസ് ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സബ്സ്ക്രൈബ് മാത്രം ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കാണാൻ നോക്കുക. മീൻസ് നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ ഇതേപോലത്തത് വേറെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടായിരിക്കും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ഈ 1 meal a day എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങിലും 1 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഈ 1 meal a day എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നല്ലതാണോ ചീത്തയാണോ, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ആർക്കൊക്കെ എടുക്കാം എപ്പോൾ എടുക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം 7 മണിക്ക്, മീൻസ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം 7 മണിക്ക് മാത്രമേ നെക്സ്റ്റ് മീൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 23 മണിക്കൂറിൽ 1 മണിക്കൂർ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ അത്രയും മാത്രം ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ടൈമിൽ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം, മറ്റേ ബ്ലാക്ക് കോഫി കുടിക്കാം, പിന്നെ ബ്ലാക്ക് ടീ കുടിക്കാം, പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാം. അതിനകത്ത് ഉപ്പ് ചേർക്കാൻ പാടില്ല, പഞ്ചസാര ചേർക്കാൻ പാടില്ല, ഉപ്പ് ചേർക്കാത്ത ഇലക്ട്രോലൈറ്റ് വാട്ടർ പോലുള്ള കഴിക്കാം, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള നമ്മൾ നേരത്തെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന ടൈമിൽ കഴിക്കാൻ പാടില്ലാത്ത ഒന്നും ഇവിടെയും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഒരു മീൽ ആയതുകൊണ്ട് തന്നെ ആ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ബാലൻസ് ആയിരിക്കണം. പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കാർബ്സ് ഉണ്ടായിരിക്കണം, ഫൈബർ ഉണ്ടായിരിക്കണം, പിന്നെ ഹെൽത്തി ഫാറ്റ് ഉണ്ടായിരിക്കണം. പ്രോട്ടീനകത്ത് അറിയാലോ, എഗ് എടുക്കാം, പനീർ എടുക്കാം, ചിക്കൻ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഫൈബറിനകത്ത് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കണം, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഹെൽത്തി ഫാറ്റിൽ വെച്ചാൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ, പിന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. കാർബ്സ് എന്ന് പറയുമ്പോൾ ചോറ്, ചപ്പാത്തി, ഓട്സ്, മില്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ OMADയിൽ നമ്മൾ എടുത്തിരിക്കണം ഈറ്റിംഗ് വിൻഡോ സമയത്ത്. ഓക്കെ, ഈ ഒരു മീല് ആരൊക്കെ എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. 22 മുതൽ 50 വയസ്സ് വരെയുള്ള ഹെൽത്തി ആയിട്ടുള്ള അഡൽട്സിന് എടുക്കാം. ഓക്കെ, ഓവർ വെയിറ്റ് ഉള്ളവര്, ഓഫീസ് ജോലി, ഇരുന്ന് മാത്രം എപ്പോഴും ജോലി ചെയ്ത് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് എടുക്കാം. വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ, ദാറ്റ് മീൻസ് വെയിറ്റ് സ്റ്റക്ക് വരുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് OMAD എന്ന് പറയുന്നത്. OMAD ആരൊക്കെ ഒഴിവാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളവര്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവര്, ഈറ്റിംഗ് ഡിസോർഡർ ഹാബിറ്റ് ഉള്ളവര്, പിന്നെ 18 വയസ്സിൽ താഴെ ഉള്ളവര്, പിന്നെ എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ ഉള്ളവരാരും OMAD എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനേ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് OMADയെ കുറിച്ച് ഒരു ചെറിയ ക്ലൂ ഇപ്പൊ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. കാര്യം OMAD എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OMAD ഒരു പോസിറ്റീവ് സൈഡാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ നമ്മൾ ഡെയിലി ഡയറ്റ് എടുക്കുന്ന പോലെ ഒരിക്കലും ഈ ഒരു OMAD കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പറ്റാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡയറ്റ് എടുക്കുന്നു, നമുക്ക് വെയിറ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇത് എടുക്കാം. ആ ഒരു ദിവസം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ടൈം ഫാസ്റ്റിംഗ് ടൈം വെള്ളം നന്നായിട്ട് കുടിച്ചിരിക്കണം.
ഓക്കെ. പിന്നെ ആ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം അത്രയും മാത്രം പ്രോട്ടീൻ എല്ലാം അടങ്ങിയിരിക്കണം. അതൊന്ന് ബാലൻസ് ആക്കി എടുത്തിരിക്കണം. ആ ഒരു സാധനം വെച്ചിട്ടായിരിക്കണം ബാക്കി 23 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങിൽ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിലെ എനർജി എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതിന് കുഴപ്പം വരുത്താനോ ഒന്നും പാടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വെയിറ്റ് എനിക്ക് കുറയുന്നില്ലല്ലോ എന്ന് തോന്നി ഒരു 10-15 ദിവസം വരേക്കും ഡയറ്റും വർക്കൗട്ടും ഒക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് കുറയുന്നില്ല എന്ന് തോന്നുന്നവർ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ. വീക്ക്ലി വൺസ് ഒക്കെ എടുക്കുന്നത് ഓക്കെയാണ്. ട്വൈസ് എന്ന് വെച്ചാൽ വീക്ക്ലി 2 വീക്സിൽ ഒരിക്കലൊക്കെ നിങ്ങളൊന്ന് എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു ഒരു മാസത്തിൽ ഒരാഴ്ചയെങ്കിലും നിങ്ങളൊന്ന് ഡയറ്റ് ഫോളോ ചെയ്യണം. ആ ഒരാഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 1-2 തവണ മാസത്തിലൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഹെവി വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്നെ കഴിച്ച് ഒരുപാട് ഭക്ഷണം ഓവർ ഇൻടേക്ക് ചെയ്ത് എനിക്ക് വയറ് ഫുള്ളാണ് എന്ന് ഫീൽ ചെയ്യുന്ന ചില ദിവസങ്ങൾ നമുക്കുണ്ടാകും. കാര്യം തലേ ദിവസമൊക്കെ ഒരുപാട് ഭക്ഷണം കഴിച്ച് നമുക്ക് ഭയങ്കര ഹെവി ഫീൽ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം കഴിച്ച ഹെവിനെസ് ഒക്കെ പിറ്റേ ദിവസം അവ ഏകദേശം മാറ്റാൻ വേണ്ടിയിട്ടും ഈ പറയുന്നത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പറയുന്നത് ഒരിക്കലും ഡെയിലി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ലൈഫ് സിറ്റുവേഷൻസ് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന വെയിറ്റ് ലോസ് ചിലപ്പോൾ സ്റ്റക്ക് ആവുന്ന ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പോസിറ്റീവ് കാര്യമാണ്. അതുപോലെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞ ഇതൊരു നെഗറ്റീവ് കാര്യമാണ്. ഈ ഒരു നെഗറ്റീവ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഈ എന്തെങ്കിലും ഡിസീസോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ ഒരിക്കലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്ത് തരത്തേയില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഞാനിത് പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ അതൊന്നും ആ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നോക്കാൻ വേണ്ടി പാടില്ല. എപ്പോഴും ഡയറ്റ് എടുത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഏകദേശം ഓക്കെ ആയിട്ടുള്ള ഒരാൾ മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ എന്നും ഒരേ രീതിയിൽ ഫുഡ് കഴിക്കുന്നു, നാളെ ഞാൻ ഈ ഒരു ഡയറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് അത് നമ്മുടെ ശരീരത്തിന് അക്സെപ്റ്റ് ആവണമെന്നില്ല. നമുക്ക് തലചുറ്റൽ, നമുക്ക് തലകറക്കം, തലകറങ്ങി വീഴലുണ്ടാവാം, വയ്യായിക ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു കാര്യത്തിൽ വരുന്നുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഓക്കെ എന്നുള്ളൊരു കണ്ടീഷനാണ്. ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങളും കൂടി മനസ്സിൽ വെച്ചേക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെ ഒരു മെത്തേഡ് തന്നെയാണ് ഇത്. പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലത്തെ സിമ്പിൾ പരിപാടിയല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് 16/8 എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് എപ്പോഴും വെയിറ്റ് ലോസിന് നല്ലത്. ഇപ്പോൾ ഞാൻ എൻ്റെ കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ഇങ്ങനെ വെയിറ്റിങ്ങിനെ പൊക്കോണ്ടേ ഇരിക്കുന്നു, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല, ഫസ്റ്റത്തെ വെയിറ്റ് തന്നെയാണ് ഇപ്പോഴും എന്നുള്ളവർ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസം ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. മീൻസ് വേറെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ല. നമ്മളിപ്പോൾ വെയിറ്റ് സ്റ്റക്കായിട്ട് ഇരിക്കുന്നുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്കിലും വെയിറ്റ് സ്റ്റക്കാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആ ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെയിറ്റ് കുറയില്ല. ആ ഒരു കാര്യം നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം അവിടെ തന്നെ ഉണ്ടാവും. ഈ പറയുന്ന വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വീക്ക് ആവുന്ന അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഡേഞ്ചർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ വെയിറ്റ് കുറച്ച് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്നില്ല. എന്ത് ട്രൈ ചെയ്തിട്ടും കാബ്സ് നമ്മൾ ചിലപ്പോൾ കാബ്സ് അവോയ്ഡ് ചെയ്യണം, കാബ്സ് അവോയ്ഡ് ചെയ്തിട്ട് പറ്റുന്നില്ല, അങ്ങനെ പിന്നെ ഇതുപോലെ OMAD ചെയ്തിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടെ. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ബോഡി ഒന്ന് നന്നായിട്ട് ചെക്കപ്പ് ചെയ്യാം. വുമൻസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെയ്യുക. തൈറോയ്ഡ്, PCOD, PCOS അങ്ങനെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതാണ്. അതുപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഏത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയാലോ OMAD ആയാലോ എന്തായാലും നിങ്ങളൊന്ന് പിന്നീട് ട്രൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി നമുക്കൊരു സിഗ്നൽ തരും, നമുക്ക് വയ്യായിക ഉണ്ടെന്നുള്ളൊരു സിഗ്നൽ തരും. ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. OMAD എടുക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. വുമൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളതാണ് ഈ OMAD എന്ന് പറയുന്നത്. പീരീഡ്സ് ഒക്കെ അടുക്കാറാവുന്ന സമയത്ത് മാക്സിമം OMAD എടുക്കാതിരിക്കുക. കാര്യം ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് മൂഡ് സ്വിങ്സ് പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം കൂടി നമുക്ക് ഓക്കെ ഒരിക്കലും അല്ലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ വന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ വെറുക്കും. അപ്പോൾ
ചെയ്യുന്ന സമയത്ത് നമ്മൾ പക്ക ഓക്കെ ആണോ, ആ ഒരു ടൈം നമ്മൾ ഇത് ചെയ്യാൻ ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാസത്തിൽ ഒരാഴ്ച നമ്മൾ എന്താ ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കല്യാണം ഇല്ല, വേറെ ഒരു ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരാഴ്ച നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരാഴ്ച ഡയറ്റ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ OMADയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ, പിന്നെ ഈ OMAD ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ഹെവി വർക്കൗട്ട്സോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരുപാട് ശരീരം ഇട്ട് ഇളക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നും പാടില്ല. ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് ഡേ ഒരിക്കലും ഫോളോ ചെയ്യരുത്. അത് ഇന്നും ആഴ്ചയിൽ 2 ദിവസം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നും ചെയ്യുന്നു നാളെയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവില്ല. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം OMAD ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം കുറേ എന്താ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് ഒക്കെ നമ്മുടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, നോർമൽ ഡയറ്റിങ്, OMAD, കീറ്റോ ഡയറ്റ്, എഗ് ഡയറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് നല്ലതാണ്, ഹെൽത്തിയർ വെർഷനാണ്, നമ്മുടെ ശരീരത്തിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ കണ്ടെത്തിയതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ദിവസം കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഞാൻ എഗ് ഡയറ്റിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വെയിറ്റ് കുറയ്ക്കാം, 10 ദിവസം കൊണ്ട് 10 കിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷെ അത് ഒരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആവില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് OMAD എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബോഡി ഡെയിലി പൊക്കോണ്ടിരിക്കുമ്പോൾ വെയിറ്റിനെ പ്ലാറ്റ്യൂ ഒക്കെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്കിനെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ വെയിറ്റ് സ്റ്റക്കിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ്. അതുപോലെ തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പിന്നും പറയുന്നു, നോൺ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ എൻ്റെ നല്ല കുറേ കണ്ടന്റ് എല്ലാം കൂടി ഞാൻ ഇനി വരുന്ന ഈ വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നാളത്തെ ദിവസം വെയിറ്റ് ചെയ്യുക. നാളത്തെ ദിവസം ഒരു പുതിയ ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.